കോളേജ് പഠനം കഴിഞ്ഞോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണോ? ഒരു നല്ല ജോലി കിട്ടുമോ എന്ന ടെൻഷനിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ത്യയിലെ തൊഴിൽ വിപണിയിൽ ഫ്രഷേഴ്സിന്, അതായത് പഠിച്ചിറങ്ങിയ പുതിയ കുട്ടികൾക്ക് അവസരങ്ങൾ കൂടാൻ പോകുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ? IT-യിൽ ജോലി കുറവാണോ? പെട്ടെന്ന് ജോലി കിട്ടാൻ നമ്മൾ എന്ത് പഠിക്കണം? എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം. ടീംലെസ് എഡ്ടെക് എന്ന സ്ഥാപനം നടത്തിയ പഠനം അനുസരിച്ച് ഈ വർഷത്തെ രണ്ടാം പകുതിയിൽ ഫ്രഷേഴ്സിനെ ജോലിക്ക് എടുക്കുന്നത് കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ അപേക്ഷിച്ച് 3% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചെറിയ വർധനവാണെങ്കിലും കൊറോണയ്ക്കും സാമ്പത്തിക മാന്ദ്യത്തിനും ശേഷം വരുന്ന ഈ മാറ്റം വളരെ നല്ലൊരു സൂചനയാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുകളുള്ള മേഖലകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മേഖലയിലും ഒരുപോലെയല്ല അവസരങ്ങൾ. ഫ്രഷേഴ്സിനെ ഏറ്റവും കൂടുതൽ നിയമിക്കാൻ സാധ്യതയുള്ള 3 പ്രധാന മേഖലകൾ ഇവയാണ്: ഇ-കൊമേഴ്സും ടെക് സ്റ്റാർട്ടപ്പുകളും. ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികളും പുതിയ ടെക്നോളജി സ്റ്റാർട്ടപ്പുകളുമാണ് ലിസ്റ്റിൽ ഒന്നാമത്. ഏകദേശം 59% കമ്പനികളും പുതിയവരെ എടുക്കാൻ തയ്യാറാണ്. ടെലികോം. മൊബൈൽ കമ്പനികളും നെറ്റ്വർക്ക് സേവനദാതാക്കളും അടങ്ങുന്ന ടെലികോം മേഖലയാണ് രണ്ടാമത്. എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നിർമ്മാണ മേഖലയിലും എഞ്ചിനീയറിംഗ് രംഗത്തും ഫ്രഷേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന IT രംഗത്ത് ഒരു ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് IT-യിൽ ഫ്രഷേഴ്സിന്റെ നിയമനം 18% കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി പോലുള്ള പുതിയ മേഖലകളിൽ അവസരങ്ങൾ കൂടുന്നുമുണ്ട്. ഇനി ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് നോക്കാം. നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യാൻ ഇത് സഹായിക്കും. ഡേവ് ഓപ്സ് എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, SEO അനലിസ്റ്റ്, UX ഡിസൈനർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗ്, ഈ ജോലികളിലൊക്കെ ഇപ്പോൾ ഫ്രഷേഴ്സിന് ധാരാളം അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ഡിഗ്രി മാത്രം ചിലപ്പോൾ ഒരു ജോലിക്ക് മതിയാവില്ല. അതോടൊപ്പം ചില പുതിയ കാര്യങ്ങൾ കൂടി പഠിച്ചാൽ ജോലി ഉറപ്പിക്കാം. ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ചില കോഴ്സുകൾ ഇവയാണ്: ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയിലെ PG കോഴ്സുകൾ. ഈ കോഴ്സുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സാധ്യതകൾ 10 മടങ്ങ് വർദ്ധിക്കും. ചുരുക്കി പറഞ്ഞാൽ ജോബ് മാർക്കറ്റ് കുറച്ച് ടൈറ്റ് ആണെങ്കിലും ഫ്രഷേഴ്സിന് തീർച്ചയായും അവസരങ്ങളുണ്ട്. IT-യിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇ-കൊമേഴ്സ്, ടെലികോം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള പുതിയ മേഖലകളിലേക്ക് കൂടി ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം പുതിയ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു കരിയർ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.